ആദ്യമായിട്ട് എക്സിബിഷന്റെ കല്യാണം കൂടെ കൊളാബറേഷൻ. ഓ ആ പ്രിൻസ് ഹോള് സ്പോൺസർ ചെയ്താൽ മതി. അപ്പൊ ഞങ്ങൾക്ക് സ്പോൺസറിനെ കിട്ടിയിട്ടില്ല ഹോളിന്. അയ്യോ അതെ എന്താന്നറിയത്, മാംഗോ കേക്ക്, മാംഗോ ചീസ് കേക്ക് പോലത്തെ വിത്ത് ഗുലാബ് ജാമുൻ ഇൻസൈഡ്. നോക്കിക്കേ, 1000 കാലറി. ഇൻസ്റ്റിങ്ക്റ്റ് പറയുന്നു ഇത് ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന്. ഞാൻ ഒരിക്കലും ഒരു കഫേ പോയി വെജ് ഓർഡർ ചെയ്യാത്ത ആളാ, പക്ഷെ എന്തോ ഒരു ഉൾവിളി. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു 2 ദിവസം അടിപൊളിയായി വയനാട് സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. റിസോർട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാൻ തോന്നിയില്ല. വി ആർ ഗോയിങ് ബാക്ക് ടു കാലിക്കറ്റ്. സോ കാലിക്കറ്റിൽ നമ്മൾ ഒരു പുതിയ ഹോട്ടൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, സോ അവിടെ താമസിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ എക്സിബിഷൻ്റെ കാര്യങ്ങളും പിന്നെ ഓബ്വിയസ്ലി കുറച്ച് ഫുഡും എല്ലാം ആയിട്ടൊരു തനി കാലിക്കറ്റ് വ്ളോഗായിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്കൊന്ന് ഇവിടുന്ന് ഒരു 2-3 മണിക്കൂർ എടുക്കും കാലിക്കറ്റത്തെ. ആൻഡ് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. നമ്മളിവിടെ ഒരു പുതിയ ഹോട്ടൽ ട്രൈ ചെയ്യുവാണ്. നല്ല റേറ്റിംഗ്സും നല്ല റിവ്യൂസും കണ്ടിട്ട് വന്നതാണ്. ടിയാറ ബൈ MPS. പുതിയ 5 സ്റ്റാർ ഹോട്ടലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊരു ലൊക്കേഷൻ, റൈറ്റ് ഇൻ ദ ഹാർട്ട്. ഇത്രയും വലിയ ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ, നല്ല രസമുണ്ടല്ലോ. ഇന്ന് കയറിയതും ഭയങ്കര മഴ കേട്ടോ. മഴ നമ്മളെ വെൽക്കം ചെയ്യുവാണ്. ഇതിന്റെ പ്രശ്നം അറിയോ, വെളിയിലേക്ക് പോകാൻ തോന്നുന്നില്ല. ആദ്യം തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ കാലിക്കറ്റിൽ ഇങ്ങനെ ഒരു സ്ഥലം തുടങ്ങിയതേ അറിഞ്ഞില്ല അല്ലേ? ഒരു ബ്രാൻഡ് ന്യൂ 5 സ്റ്റാർ റെസ്റ്റോറൻസിന്റെ കാര്യം പറയണ്ട, പക്ഷെ ഇങ്ങനത്തെ ഒരു ഹോട്ടൽ അത്യാവശ്യമായിരുന്നു കാലിക്കറ്റില്. സിറ്റിയിൽ ഒരു അടിപൊളി 5 സ്റ്റാർ ഹോട്ടൽ കണ്ടിട്ട് നന്നായിട്ടുണ്ട്. എന്തായാലും റൂമും ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ പോയി കാണാം. എന്തൊരു നല്ല ലോബി അല്ലേ, പെർഫ്യൂം കടയാണ് ലോബിയിലുള്ളത്, അതാണ് ഇത്രയും മണം. അതല്ല, ഭയങ്കര നല്ലൊരു ബ്രാൻഡ് ന്യൂ മോഡേൺ ലോബി, ഒരു നോട്ടൽ ആ ഒരു ലെവലിലൊക്കെ ഉള്ള ഒരു ലോബി പോലെ തോന്നുന്നുണ്ട് അല്ലേ? വേൾഡ് കപ്പ് പ്രമാണിച്ച ഹോട്ടലിന്റെ പബ്ലിക് ബാത്റൂമിൽ വന്നതാണ്. ഇത് ക്ലീൻ ആണെങ്കിൽ തന്നെ നമുക്ക് ഹോട്ടലിന്റെ സ്റ്റാൻഡേർഡ്സ് അറിയാം. ബ്രാൻഡ് ന്യൂ ആണ്, വെൽ മെയിൻറ്റൈൻഡും ആണ്, എക്സ്ട്രീംലി ക്ലീൻ ആണ്, നല്ല സ്മെല്ലും ഉണ്ട്. ഇവിടുത്തെ ഒരു വെൽക്കം ഡ്രിങ്കും കൂൾ ടവലും ഇതൊന്നും അങ്ങനെ പൊതുവെ നമ്മൾ കാലിക്കറ്റിൽ കാണാറാ. അവേദുവിന്റെ സാധനം നല്ല ഫ്രഷായി, ബിരിയാണി കഴിക്കാൻ റെഡിയായി. കൊള്ളാം. അത് ഗ്രേപ്പാന്ന് തോന്നുന്നല്ലേ, ഫിഫ്ത്ത് ഫ്ലോറിലാണ് കിട്ടിയ. ഫസ്റ്റ് ഇംപ്രഷൻ എന്താ, പ്രീമിയം, ഫുൾ കാർപ്പറ്റഡ് ആണ്, ലുക്ക് സോ പ്രീമിയം ആൻഡ് സോ ക്ലാസി. ശരിക്കും ഒരു എബ്രോഡൊക്കെ ഉള്ള ഒരു ഹോട്ടൽ പോലെയാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. എന്തായാലും റൂം ടൂറും കൂടെ ഒന്ന് കാണിച്ചു തരാം. കാലിക്കറ്റിന്റെ ഫസ്റ്റ് തന്നെ ഹാപ്പിനെസ്. സോ ഞങ്ങളുടെ റൂം 5016, അതും ഞങ്ങളുടെ ലക്കി നമ്പർ. വെൽക്കം ടു ടിയാറ MPS. കാലിക്കറ്റിന്റെ സിറ്റിയുടെ നടുക്ക് ഇങ്ങനത്തെ ഒരു ഹോട്ടൽ അത്യാവശ്യമാണ് അല്ലേ? ഇത് തുടങ്ങിയിട്ട് എനിക്കൊന്ന് 2 years ആയിന്ന്, നമ്മളിപ്പോഴാണ് അറിയുന്നത് അല്ലേ ഇങ്ങനെ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ടെന്ന്. അപ്പോ നമുക്ക് ഇനി റൂം ടൂറിലേക്ക് കിടക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. സിമ്പിൾ ആണ്, പക്ഷെ ഇറ്റ്സ് ബിഗ്, സ്പേഷ്യസ്, ക്ലീൻ ആൻഡ് ക്ലാസി. നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട് അല്ലേ? നീറ്റും ആണ്. സോ കയറി വരുമ്പോ തന്നെ ആദ്യം ബോർഡിനുണ്ട്, ലോക്കറും എല്ലാം, ചപ്പിൾസ് വരെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലഗേജ് റാക്ക് ഉണ്ട്. പിന്നെ വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം വിത്ത് ക്യൂബിക്കൽ. അങ്ങനെ എല്ലായിടത്തും അവർ നല്ല ക്ലാസി ആയിട്ട് വെച്ചിരിക്കുന്നത്. ടവൽസ് ആണെങ്കിലും, ടവൽസിന്റെ ക്വാളിറ്റി ആണെങ്കിലും, ഹെയർ ഡ്രയേഴ്സ് അവരുടെ തന്നെ ഉണ്ട്. അപ്പോത്തിക്കറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡാണ്. അതിന്റെയാണ് കോസ്മെറ്റിക്സ് ഒക്കെ വെച്ചിരിക്കുന്നത്. വെരി നൈസ്, വെരി ക്ലീൻ, സ്മെൽസ് റിയലി ഗുഡ്. ടോയ്ലറ്ററീസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ആൻഡ് ഇത് ഗ്ലാസ് ആണ്, നമുക്ക് പൊക്കാം. സോ ഇവിടെ ഫുൾ ലെങ്ത് ഒരു മിറർ ഉണ്ട് പ്രിയക്ക്. അപ്പൊ എക്സിബിഷൻ ഇവിടെ എടുത്താൽ ഒരുങ്ങാലോ? അതെ, ഞാൻ പറഞ്ഞ എക്സിബിഷൻ നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. അപ്പൊ വലിയ മിറർ ഉണ്ട്, ഡ്രസ് ചെയ്യാൻ അത്യാവശ്യം ബാത്റൂമിലും മിറർ ഉണ്ട്. പിന്നെ അത് അത്യാവശ്യം നല്ല സ്പേഷ്യസും ആണ്. കൂടി കളിക്കാൻ പിന്നെ നല്ല കംഫർട്ടബിൾ ആയ ബെഡ് ഉണ്ട്.
പിന്നെ നല്ല ഇതൊക്കെ നല്ല രസമുണ്ട്. ഇറ്റ്സ് വെരി മോഡേൺ. ഡെക്കോറും നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ഞാൻ എപ്പോഴും നോക്കുന്നത് ഒരു ഹോട്ടലിന്റെ ക്ലാസ് എവിടെയാ കാണാറ്? ടേബിൾ ലാമ്പിലായിരിക്കും. അല്ല, ബോട്ടിൽസില അല്ലേ? ഗ്ലാസ് ബോട്ടിൽ വരുമ്പോ തന്നെ ഒരു ക്ലാസ് ആണ് ആക്ച്വലി. അത് മാത്രമല്ല ഷോസ് ദാറ്റ് ദേ ആർ ഇക്കോ ഫ്രണ്ട്ലി, ദേ കെയർ എന്നുള്ള രീതിയിൽ. പിന്നെ ഇവിടെ നിന്നുള്ള വലിയൊരു ടേബിള് അല്ല വലിയൊരു ഏരിയ ഉണ്ട്. അവിടെ ഒരു നല്ല കംഫർട്ടബിൾ കുഷനും ടേബിളും ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ, ലഗേജും ഒക്കെ. ഈ ചെയറിന് പക്ഷെ ഭയങ്കര ഹൈറ്റ്, പ്രിയനെ പൊക്കിയെടുത്തിരുത്തേണ്ടി വരും. പിന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ഞാൻ പറഞ്ഞ സിറ്റിയുടെ നടുക്കാണെന്നുള്ളത്. നല്ല വ്യൂ ആണ്, നോക്കിക്കോ കണ്ട, ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഇറ്റ്സ് ജസ്റ്റ് റൈറ്റ് ഇൻ ദ സെന്റർ ആൻഡ് പൂളും ഉണ്ട്. ബാക്കി പൂളും ജിമ്മൊക്കെ നമുക്ക് കാണിച്ചു തരാം. പൂള് 7 തൊട്ട് 7 മണി വരെയാണ്. ജിം 24 hours ഉണ്ട്, റെസ്റ്റോറന്റ് 24 hours ഉണ്ട്. എന്തായാലും അടിപൊളി സെറ്റപ്പ് അല്ലേ? കാലിക്കറ്റിന്റെ തുടക്കം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് എല്ലാത്തിനും നല്ല എനർജിയാ. ബോച്ചയുണ്ട് അവിടെ, ബോച്ചെ ബ്ലാക്ക് ബോർഡ് കണ്ടോ ചെമ്മന്നൂറിന്റെ? റെസ്റ്റോറന്റ് അല്ല, ജ്വല്ലറിയാ. ഓ, ചെമ്മന്നൂർ ജ്വല്ലറി. അപ്പൊ പോവാം ബിരിയാണി അടിക്കാൻ. മറ്റേ നമ്മുടെ ആള് വരും. ഇനി നമ്മൾ അടുത്ത സ്ഥലം എവിടെയാണ്? കാലിക്കറ്റ് വന്നാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതെ, ബിരിയാണി കഴിക്കുക, എന്നിട്ട് അങ്ങ് ദിവസം തുടങ്ങുക. അതെ, പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ വന്ന കാര്യം എക്സിബിഷന്റെ കാര്യങ്ങളൊക്കെ വന്നത് കേട്ടാ, അല്ലാതെ ബിരിയാണി കഴിക്കാനല്ല. നമ്മൾ എക്സിബിഷന് വന്നു, പക്ഷെ നമ്മൾ കാലിക്കറ്റ് വന്നാൽ നമ്മൾ അത് ബിരിയാണിയിലാണ് തുടങ്ങേണ്ടത്. അതെ, ബിരിയാണിയിലേ നമ്മൾ തുടങ്ങാറുള്ളൂ. അതെ, പിന്നെ കുറെ പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, അതൊക്കെ വരുന്നതായിരിക്കും. സാധാരണ അവര് സ്നാക്സ് വെച്ചിരിക്കുന്ന പോലെ ഒന്നല്ല വെച്ചിരിക്കുന്നത്. സാധാരണ കുറച്ച് ലേസും അങ്ങനെയൊക്കെയല്ല. ഇത്രയും പ്രീമിയം ആയിട്ടും ക്ലാസി ആയിട്ടും നല്ല സാധനങ്ങൾ കസ്റ്റമേഴ്സ് കഴിക്കണം എന്നുള്ള രീതി വെച്ചിരിക്കുന്നത്. അതെ, ആ നല്ല നല്ല സ്നാക്സ് ഒക്കെ, അച്ചപ്പം ഒക്കെയാ. ഇവിടുത്തെ നല്ല പൂളാട്ടാ, കുട്ടികൾക്കും സുഖമായിട്ട് പറ്റും ഇവിടെ. അതുപോലെ തന്നെ നമുക്കും കുറച്ച് അത്യാവശ്യം ഡെപ്ത് ഉള്ള ഒരു ഏരിയ ഉണ്ട്, കുറച്ച് ലൗഞ്ച് ഉണ്ട്, പൂൾ ടേബിൾ ഉണ്ട്, അതുപോലെ ജിമ്മുണ്ട്. ജിം ഞാൻ രാത്രി പോകുമ്പോൾ കാണിക്കാം. പക്ഷെ ദിസ് ഇസ് ക്വൈറ്റ് നൈസ്. കുട്ടികൾക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഏതാ? ആ, നടക്കാനല്ല, ഇരിക്കാനത്. പ്രിയ പലതും വിചാരിക്കും അങ്ങനെ. എന്തായാലും നല്ല പൂളാട്ടാ. സോ എല്ലാം ഉള്ള ഒരു അമ്യൂണിറ്റീസ് ഉള്ള ഹോട്ടലായിട്ട് എനിക്ക് തോന്നിയത്. എക്സിബിഷൻ വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ബിരിയാണി കഴിക്കാൻ ഡയറ്റാണ്, കല്യാണം ആയതുകൊണ്ട് അതിപ്പോൾ 2 ദിവസത്തിൽ നമ്മൾ റെഡിയാക്കി കൊടുക്കും. എല്ലാം മാറ്റി തരും. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനേ ഇവിടെ പല ബിരിയാണി സ്ഥലം ഉണ്ടല്ലോ, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റഡ് ആയി തോന്നിയത്, എനിക്ക് 2 തവണ വന്നിട്ട് ഭയങ്കര ഇഷ്ടമായത് ഷെഫ് പിള്ളയുടെയാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നല്ല സർവീസ് ആണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല ക്ലീൻ ആണ്, അതുപോലെ തന്നെ നല്ല കിടിലൻ ബിരിയാണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. പക്ഷേ റഹ്മത്തും പാരഗണും ടോപ്പ് ഫോമും സാഗറും അങ്ങനത്തെ കുറ്റിച്ചാറ ഇതൊക്കെ ഉള്ളപ്പോൾ എനിക്കൊന്നും ഇത് കമ്പാരിറ്റീവ്ലി അണ്ടർ റേറ്റഡ് ആണ്. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇത് എറണാകുളത്താണെങ്കിൽ ഇതിനെക്കാട്ടി ഒരു ബിരിയാണിക്ക് ഒരു എല്ലാത്തിനും ഒരു 40-50% കൂടിയാണ് എറണാകുളത്തായിരുന്നെങ്കിൽ. ഭയങ്കര നല്ല ആംബിയൻസ് ആണ്, ഒരു ഫൈൻ ഡൈനിങ് എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആംബിയൻസ്, ഒരു പാലേഷ്യൽ ഫീലിംഗ് ആണ്, ഒരു പാലസ് അതിൽ ഡൈനിങ് പോലെ. പക്ഷേ ആ സമയത്ത് റേറ്റ് അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല. ഗ്ലാസ് വരെ സ്റ്റെറിലൈസ് ആയി ചൂടായിരിക്കുന്നത് അല്ല. കണ്ടോ, 2 ബിരിയാണി പറഞ്ഞിട്ടുണ്ട് 3 പേർക്ക്. അത് കഴിഞ്ഞ് കുറച്ച് സാലഡ്സ് ഒക്കെ ഉണ്ട്. പ്രിയക്കാണെങ്കിലോ നല്ല കിടിലൻ സീ ഫുഡ് മീൽസ്, ചമ്മന്തി, രസം, മീൻകറി, പായസവും. ഓ, നല്ല ഫുഡല്ലേ ഷെഫ് പിള്ളയുടെ. നല്ല കിടിലൻ ബിരിയാണിയാണ്. അങ്ങനെ ഓവർ സ്പൈസി ഒന്നും അല്ലാതെ വറുത്ത ഉള്ളിയുണ്ട്. പിന്നെ എനിക്ക് ഇവിടുത്തെ എന്താ മറ്റേ ഇവരുടെ ലഗൂൺ കൂടി അങ്ങനെ എന്തോ സംഭവമില്ല, അത് ഇഷ്ടമല്ല. ഇത് നല്ല പ്രോപ്പർ ചിക്കനൊക്കെ വെച്ച് അത്യാവശ്യം മസാലയൊക്കെ ഇട്ട് അതിൽ സ്പൈസി അല്ലാത്ത നല്ല ഒരു കോഴിക്കോടൻ ബിരിയാണി. മീൽസാ കൊള്ളാമോ? ഓ, വന്നിട്ടുണ്ട്. പ്രിയക്ക് പിന്നെ പായസം കുടിച്ചോണ്ട് വേണ്ടല്ലോ. എന്താന്നറിയത്, മാംഗോ കേക്ക്, മാംഗോ ചീസ് കേക്ക് പോലത്തെ വിത്ത് ഗുലാബ് ജാമുൻ ഇൻസൈഡ്. നോക്കട്ടെ, അതെ നോക്ക്, ഇത് ഗുലാബ് ജാമുൻ കട്ടി. എന്താ തപ്പത്തു. ഓ, സോ ഇതിലിതേ റോസ് പെറ്റൽസ് കാണാം, അതുപോലെ തന്നെ കുറച്ച് പിസ്താഷ്യോ ആൻഡ് സൈഡിൽ ഗുലാബ് ജാമുനും കേക്ക്സും ഒക്കെ കാണാം. നോക്കട്ടെ, ഇങ്ങനെ എടുത്ത്
62, 35, 34. എടുക്ക്. രാത്രി നമ്മള് ഡെസേർട്ട് സ്റ്റോമിൽ പോകുന്നുണ്ട് കേട്ടാ. ആ ലാസ്റ്റ് അതൊക്കെ കഴിക്കാനാ. തുടങ്ങിക്കോ, ഫ്രണ്ട്സിനൊരു തുടക്കം. നല്ല മാംഗോ ഫ്ലേവർ ഉണ്ട്. അടിപൊളിയല്ലേ? 2 കപ്പ് പായസം കുടിച്ചിട്ടിരിക്കുവാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചു പിന്നെ ഇത് എടുക്കില്ല എന്ന്. സോ അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ എക്സിബിഷൻ ഹാളിലേക്ക് പോവാണ്. മറക്കരുത്, August 15th and 16th ആണ് നമ്മുടെ എക്സിബിഷൻസ്. ബാക്കി ഡീറ്റെയിൽസ് ഹാളിൻ്റെ അവിടെ എത്തിയിട്ട് പറയാം. ഇത് നടക്കുന്ന നമ്മുടെ ഷെഫിലേക്ക് ഹോട്ടലുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ ആസ്പിൻ കോർട്ട്യാർഡ് ഉണ്ട്, ബീച്ച് റോഡ്. സോ ഇഷ്ടംമാതിരി പാർക്കിങ്ങും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സോ മറക്കാതെ വരിക. നമുക്ക് August 15ഉം 16ഉം അടിച്ചു പൊളിക്കണം. രാവിലെ ഒരു 10 മണിക്ക് വന്നാൽ മതിയാ. 10 തൊട്ട് രാത്രി 9 മണി വരെ നമ്മൾ കാണും. ആണ് ഹാള്. നമ്മൾ ഇത്തവണ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്, പ്രിയം കൂടെ വന്നിട്ട് പറയാം. പക്ഷേ പാർക്കിംഗ് കാര്യത്തിലൊന്നും ആർക്കും ഒരു ടെൻഷൻ വേണ്ട. ഇഷ്ടം മാതിരി സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാനൊക്കെ. ഹാളിൻ്റെ ഞാൻ ഒരു റഫായിട്ടുള്ള ഒരു ലേ ഔട്ട് പറയാം. ഇവിടെ ആക്ച്വലി ഇപ്പോൾ അവർ പുതിയതായിട്ട് ഈ തർപ്പാളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ഫുഡ് സ്റ്റോൾസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ടേബിളും എല്ലാം ഇട്ട് ഫാനൊക്കെ വെച്ച് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. പക്ഷേ നമുക്ക് ഇനി ഫുഡ് സ്റ്റോൾസിന് ഒരു 3 സ്റ്റോൾസും കൂടെ കാലിയുണ്ട്. സോ താല്പര്യമുള്ളവർ ഈ അടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സാപ്പ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ തന്നെ നമുക്ക് കൈ വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വെച്ചിട്ടുണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്. സോ ഇതാണ് വെളിയിലത്തെ ഒരു സെറ്റപ്പ്. ഇതിപ്പോൾ അവർ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ പുതിയതായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചത്. സോ ദാറ്റ് നമുക്കത് കറക്റ്റ് ടൈമിൽ സൗകര്യമായി. ഇവിടെ ഹാള് ഇത്തവണ നമുക്ക് ഒരുപാട് നല്ല ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് ബ്രാൻഡ്സും ഉണ്ട്, പുതിയ ബ്രാൻഡ്സും ഉണ്ട്. കംപ്ലീറ്റ് ഇത് അറിയാവുന്ന വരുന്നവർക്കൊക്കെ അറിയാം. ഇപ്പോൾ ഇത് ഹാൾ അടിപൊളിയായി. ഞാൻ വീണ്ടും പറയാം, ഫസ്റ്റ് ടൈം നടത്തിയപ്പോൾ നമുക്കിവിടെ ഹൊറബിളായിരുന്നു. കാരണം ചൂടും നമ്മൾ ഫാൻ വെച്ചത് ഒന്നും ശരിയല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദ മേ ബി ദ ബെസ്റ്റ് പ്ലേസ് ടു കണ്ടക്ട് എൻ എക്സിബിഷൻ. സോ ഈ എല്ലാ AC ഇട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം August 15th and 16th. ലൊക്കേഷൻ പറയാം, ആസ്പിൻ കോർട്ട്യാർഡ് ആണ്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. August 15th and 16th രാവിലെ 10 തൊട്ട് രാത്രി 9 മണി വരെ കാണും. നമ്മളെല്ലാവരും ഇവിടെ കാണും. ഡാഡിയും മമ്മിയും ഞാനും വേദും പ്രിയയും ഫ്രണ്ട്സും എല്ലാവരും കാണും. സോ എല്ലാവരും വരണം, നമുക്ക് അടിച്ചു പൊളിക്കാം. വലിയ ആളാന്നാണ് വിചാരം കേട്ടാ. കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് മൈക്കിൾ ജാക്സന്റെ പടം ഇറങ്ങിയ പിന്നെ ഭയങ്കര മൈക്കിൾ ജാക്സന്റെ ഫാനായി. എക്സിബിഷന്റെ ഹാളാ. എല്ലാരും വരണം എന്ന് പറ. ആ വേദുവിനെ കാണാൻ വരണം എന്ന് പറ. വേദുവിന് ചോക്ലേറ്റ് കൊണ്ടുവരണം എന്ന് പറ. M&M വേണം എന്ന് പറ. എന്നാ ലേസ്. ആ ലേസ് ആണ് വേദുവിന്റെ ഫേവറേറ്റ്. കൊറേ ആൾക്കാർ വേദുവിന് ലേസ് കൊണ്ടുവരും. നോക്കിക്കോ. ആ നമ്മളെല്ലാം പ്ലാൻ ചെയ്യാ. എല്ലാവരും കറക്റ്റ് നടത്തണ്ട എക്സിബിഷൻ. ആ ഗ്ലൗസ് ഊരുവോ? എന്റെ ജിം ഗ്ലൗസ് ആണ് അത്. ഞാൻ നോക്കുമ്പോ കാണില്ല. ഇപ്പൊ വേദുവിന്റെ കയ്യിലത് കറക്റ്റ് അല്ലേ പ്രിയ? ഹാൾ ഓൾറെഡി ഉണ്ട്. കല്യാണം ഫുഡും ഉണ്ട്. അത് നമ്മള് സൈനിറ്റിനോട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് റെഡി ആക്കും അപ്പൊ തന്നെ. 1000 പേർക്കൊന്നും എല്ലാരും വന്ന് ഇനോഗ്രേഷൻ നടത്തുന്നു, താലി കെട്ടുന്നു, അവിടെ ഷോപ്പിംഗ് നടക്കുന്നു, പാല് കാച്ചുന്നു. ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് എക്സിബിഷന്റെ കല്യാണം കൂടെ കൊളാബറേഷൻ. ഓ അല്ലേ ഫ്രണ്ട്സ്? ആ പ്രിൻസ് ഹാള് സ്പോൺസർ ചെയ്താൽ മതി. അപ്പൊ ഞങ്ങൾക്ക് സ്പോൺസറിനെ കിട്ടിയിട്ടില്ല ഹാളിന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രിൻസ് കല്യാണം ഹാള് സ്പോൺസർ ചെയ്യാം. എല്ലാം ഉണ്ട് പ്രിൻസ്. ആകെ ഒരു 5 ദിവസം 10 ദിവസം മുമ്പേ. അതെ, അതിനെക്കാട്ടി വലിയ കല്യാണം ലൈഫിൽ നടക്കില്ല കേട്ടാ. ഞാൻ പറയുക, ഒന്ന് ആലോചിക്ക്. വേദു നമ്മളെ കാറിന്റെ വെളിയിൽ ലോക്ക് ചെയ്ത് ബെഡ് ആക്കിയിട്ട് അവനവിടെ കിടക്കും. അവിടെ അവന്റെ ബ്ലാങ്കറ്റും ഷീറ്റൊക്കെ തന്നെ എടുത്തു വന്നിട്ട് കണ്ടാ. മറ്റേ 1 പീസിന്റെ ആണ്. തുറക്ക്, ഞങ്ങള് ചക്ക. എന്തിനാ ലോക്ക് ചെയ്തേ? ആ സേഫ്റ്റിക്ക്. അത് നല്ല സ്വഭാവമാണ്, കുഴപ്പമില്ല. ഒക്കെ വേദു 17 ഇട്ടായിരിക്കുന്നത്. എന്താ ലക്ഷറി? ഓ സൺറൂഫും നടന്നു. ആ
സൺറൂഫും തുറന്ന് പുതിയ സ്ഥലങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണോ? ചാച്ചടം വേദുവിന്റെ ഫേവറേറ്റ് ആട്ടാ. ഓ ഓ ഓ എന്നിട്ട് നമുക്ക് ആ വ്യൂ കണ്ട് നമുക്ക് അടുത്തത് പ്ലാൻ ചെയ്യാം. പക്ഷേ നമ്മളിത് നേരെ സ്റ്റാർബക്സിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുറേ നല്ല ഡ്രിങ്ക്സ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് എന്തായാലും കേരളത്തിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റാർബക്സ് തന്നെയാണ് കോഴിക്കോടുള്ളത്. ഉള്ളി തിങ്ക് ബാത്റൂം കുറച്ചും കൂടെ ക്ലീൻ ആക്കായിരുന്നു, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാർബക്സ് ഇൻ കേരള. വലുതാന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്ക് കല്യാണ ചെറുക്കനും ഡയറ്റിലിരിക്കുന്ന പെണ്ണും കൂടെ. എന്നോട് ഇതെല്ലാം വേണം എന്ന് പറഞ്ഞ പ്രിയ. ഇപ്പൊ എന്താ ഇതെന്ന് അത് രണ്ടുപേരും തല കുലുക്കിയതാ. നോക്കിക്ക് 1000 കാലറി. അപ്പൊ അത് പ്രോട്ടീനാന്ന് പറയുന്നത്. ആ ഇത് പ്രോട്ടീനും മധുരം ഇല്ലാത്തതോ. തുടങ്ങിക്കോ. ജയ് ഹനുമാൻ. വന്ന് ആദ്യമേ അവിടെ ഇരുന്നു, അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്നു, അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥലത്ത് ഈ പ്രിയനെ കൊണ്ടുപോയ ഇതാ പ്രശ്നം. ഇനി അടുത്തത് കുറച്ചു നേരം കഴിയുമ്പോ പുറത്ത് പോവാന്ന് പറയും. എടാ VR ഉണ്ട് ഇവിടെ. ബീച്ചിൽ ഒരു മൂടൽ പോലെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ബീച്ചിലെ കടകളൊക്കെ മാറ്റി അവിടെ ഭയങ്കര ഓർഗനൈസ്ഡ് ആക്കി. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു VR ഒക്കെ വന്നു. ഈ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാത്തതിനെ കാട്ടി പെട്ടല്ലേ ഇതുപോലത്തെ ഒരു VR സെറ്റ് വാങ്ങി അതൊരു ബിസിനസ് ആക്കി. നല്ല കാര്യമല്ലേ ഇതൊക്കെ? ഇങ്ങനെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്താ പറയുന്നത്, എവിടെയെങ്കിലുമൊക്കെ എത്തട്ടെ. എന്തായാലും സംഭവം തന്നെ വീണ്ടും വീണ്ടും പറയാം, ജസ്റ്റ് കമ്മിങ് ടു ദിസ് ബീച്ച് ഇസ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ്സ് ടു ഡു എവർ. അത്ര ഇഷ്ടമായി കാലിക്കറ്റ് ബീച്ച്. വേറെ ഒരു ബീച്ചും ഇല്ല, കാലിക്കറ്റ് ബീച്ച്. VR വേണ്ടി അവർ ഉണ്ടാക്കിയ സ്റ്റാൻഡ് അനക്കമൊക്കെ വരാൻ വേണ്ടി ഇത് എന്തൊക്കെയോ കാണിക്കുന്നു. വെറുതെ ഗ്ലാസ് വെച്ച് നിർത്തുമല്ല, ഇതുപോലെ അവരിടയ്ക്കിടയ്ക്ക് അനക്കിയൊക്കെ കൊടുക്കും. കണ്ട നല്ല സംഭവം കേട്ടാ. എനിക്ക് ഇന്ന് 10 മണിക്ക് എടാ സൂപ്പർ ഗേൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പോണോ? പൂൾവില്ല, സ്വിമ്മിങ്, VR, സിനിമ, സ്കൂളിൽ പോകണ്ട. ഇങ്ങനെ നടന്നോ? പോണോ? സൂപ്പർ ഗേൾ നല്ല സിനിമയാണോ? അപ്പയുടെ ഒരു ഡിസിഷൻ. തിരിച്ചു വന്നപ്പോ അവർ ഇതുപോലെ ഫുട്ബോൾ സ്ക്രീനിങ്ങിൽ ഇട്ടിരിക്കുന്നത് സാൻഡ്വിച്ചസ് രാത്രി 11 തൊട്ട് രാവിലെ 6 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഫുട്ബോൾ കാണാം. നമുക്കിതുപോലെ ഹോട്ട് ആൻഡ് കോൾഡ് ബിവറേജസും സാൻഡ്വിച്ച് കൗണ്ടറും ഒക്കെ കാണും കണ്ടിന്യൂസ് ആയിട്ട്. സോ ഇതാണ് ഇന്നത്തെ മാച്ചുകൾ, ഇന്നും നാളത്തെയൊക്കെ മാച്ചുകൾ. അടിപൊളി റെസ്റ്റോറന്റ് ഉണ്ട്. അടിപൊളി. ഞങ്ങളാ എന്താ കഴിക്കാതെ ഡയറ്റ് ആണോ? സാലഡ് മാത്രം കഴിച്ചു ഒതുക്കും. ചുമ്മാട്ടാ ഫ്രണ്ട്സ് വെട്ടി അടിക്കും. എന്തായാലും ഒരു 1000 കാലറി മിൽക്ക് ഷേക്ക് കയറി. നശിഞ്ഞു പോയി നമ്മള്. രാത്രി ഒന്നും വേണ്ടെന്ന് അത് ഞാൻ പറയും. പക്ഷെ രാത്രി 10 മണിയാകുമ്പോ ഞാൻ പായ കീറും. അതെ, കാലിക്കറ്റ് വന്നാൽ ആർക്കും പട്ടിണി കിടക്കാൻ പറ്റൂല. പക്ഷെ ഇങ്ങനെ കഴിക്കണം എന്ന് നിർബന്ധമില്ല. പട്ടിണി കിടക്കുന്നവൻ അടിക്കണം. അപ്പൊ പോവാം. ഞാൻ ഒരു പുതിയ സ്ഥലം കണ്ടുപിടിച്ചു. ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഭയങ്കര ഹൈപ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ ഹൈപ്പിന്റെ അനുസരിച്ച് ഇവരുണ്ടോ എന്നൊക്കെ എന്താ ചെക്ക് ഔട്ട് ചെയ്യണം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫുഡും കണ്ടായിരുന്നു. റോസ് ടൗൺ ഗ്ലോബൽ പോലെ അല്ലേ കൊച്ചിയില്. ഇനി അവരുടെ തന്നെ ആണോന്നും അറിയില്ല, കാരണം മെനുവും ഇതുപോലെ ഇന്റർനാഷണൽ മെനുവാ. എന്തായാലും നല്ല രസമുണ്ടല്ലേ ഇന്റീരിയേഴ്സ് ഒക്കെ, നല്ല ഭംഗിയുണ്ട്. കാലിക്കറ്റ് എന്തോരം ഓപ്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മെനു ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, പക്ഷെ കണ്ടിട്ട് എനിക്കൊന്ന് ക്വാളിറ്റി ഇസ് റിയലി ഗുഡ്. സോ എനിക്കൊന്ന് ഇവിടുത്തെ ഒരു ഹൈ എൻഡ് കഫേയാണ്. പിസ്സയൊക്കെ ഓക്കെയാണ് 700-785, പക്ഷേ സാലഡ്സ് ഒക്കെ ഒരു 500. അതുപോലെ തന്നെ പാസ്താസ് ഒക്കെ ഒരു ആവറേജ് നോൺ വെജ് പാസ്തയ്ക്കൊക്കെ ഒരു 600. ബാക്കിയുള്ള ഡിഷസ് എല്ലാം ഒരു 550 to 600 റേഞ്ചിലാണ് ഒരു മിക്ക ഡിഷസും വരുന്നത്. ആൻഡ് ഡെസേർട്സ് ഒക്കെ എല്ലാം ഒരു 450-500 റേഞ്ചിലാണ് ഡെസേർട്സ് വരുന്നത്.
ഞങ്ങൾ എല്ലാത്തിനും കുറച്ച് ഓർഡർ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ കുറേ പൈസ കൊടുത്ത് ഒരു സാലഡ് വാങ്ങുന്നത്. ഈ സാലഡിന് 500 രൂപയാണ്, പക്ഷെ വെജ് സാലഡാണ്. ഞാൻ ഇതുവരെ വെജ് സാലഡിന് ഇത്രയും പൈസ കൊടുത്തിട്ടുണ്ടോ? കെൻ യു മിക്സ്? നല്ലതെന്ന് പറഞ്ഞു, നോക്കാലോ. അതുപോലെ ഉണ്ട് കണ്ടിട്ട് മെനു ഒക്കെ. ഇതുകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യുക എല്ലാം കൂടെ. ഇതൊരു മെഡിറ്ററേനിയൻ അറബിക് സാലഡാണ്. പ്രിയ ഫുൾ ഹെൽത്തി സാധനങ്ങളാണ്. മൊത്തമാണോ? അയ്യടാ, എല്ലാവർക്കും കൂടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് പറയുന്നു ഇത് ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന്. ഞാൻ ഒരിക്കലും ഒരു കഫേ പോയി വെജ് ഓർഡർ ചെയ്യാത്ത ആളാണ്, പക്ഷെ എന്തോ ഒരു ഉൾവിളി. അതെ, ഫുഡിന്റെ പൊതുവെ ഉൾവിളി മാറാറില്ല. അത് പറ്റില്ല, അത് ഉൾവിളി വരണം. ഉൾവിളി കഴിക്കുവാണോ? എന്താ ആണോ? സോ നോക്കട്ടെ കേട്ടാ, ഇതില് എല്ലാ സാധനങ്ങളും ഉണ്ട്. കുറേ മറ്റേ സ്പ്രൗട്ട്സ് പോലത്തെ സംഭവം ഉണ്ട്. നോക്കട്ടെ. അടിപൊളി കേട്ടാ. കടല, ഒരു സ്പൈസി യോഗേർട്ട് സോസ് അല്ല, യോഗേർട്ട് ഒന്നും ഇല്ല, പക്ഷെ ഒരു നല്ല തണുത്ത ഒരു റിഫ്രഷിങ് ഫീലിംഗ്. ഇറ്റ്സ് നോട്ട് വെരി ലൈറ്റ്, പക്ഷെ അടിപൊളി സാധനം. സ്പൈസി അല്ല, സ്വീറ്റ് അല്ല, പെർഫെക്റ്റ് ബാലൻസ്. ഒരു മിഡിൽ ഈസ്റ്റ് ഫ്യൂഷൻ പോലെ, മിഡിൽ ഈസ്റ്റ് മെഡിറ്ററേനിയൻ ഫ്യൂഷൻ ഡിഷ് പോലെ. അടുത്ത പിസ്സ വന്നിട്ടുണ്ട്. ലുക്ക് സോ നൈസ്. ശരിക്കും ഒരു ഇറ്റാലിയൻ പിസ്സ പോലെ, ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് സോഫ്റ്റ്, പെർഫെക്റ്റ്ലി ടോസ്റ്റഡ്, തിൻ ക്രസ്റ്റ് ആണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് എ ക്രിസ്പി തിങ്. നമ്മൾ ഈ ഇഡ്ഡലിയിലൊക്കെ ഫോൾഡ് ചെയ്ത് കഴിക്കുന്ന ടൈപ്പ് പിസ്സയാണ്. ലുക്സ് റിയലി അമേസിങ്. എടുത്തോ. ബ്രേക്ക് ബ്രെഡ് കഴിക്കാൻ പാടില്ല. എടുത്തോ. കേൾക്കണമല്ലോ. അയ്യോ, അങ്ങനെയാണ് തിരിച്ചെണ്ണ പോയിടേണ്ടി വരും. ഇങ്ങനെ നമുക്ക് കണ്ട ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഒലിവ് ഓയിലും ബൽസാമിക് വിനേഗർ ഒക്കെ ഇട്ടു. സോ ഇറ്റ്സ് സോ ഫുൾ ഓഫ് ഫില്ലിംഗ്. ഒക്കെയാണ് പിസ്സ ശരിക്കും. അല്ല, സ്മോക്ക് ചിക്കൻ ഞാൻ ഓർഡർ ചെയ്ത. സോ ഗുഡ്, സോ ഫ്രഷ്. എനിക്കൊന്ന് ഇവരുടെ ഇൻ ഹൗസ് ആണ് ടൊമാറ്റോ, അവരുടെ മാരിനേഡ് ഒക്കെ എടുക്കുന്നത്. ബ്രെഡ് വേറെ ലെവലാണ്. ഇറ്റ്സ് സോ, ഞാൻ കാണിച്ചു തരാം. മേ ബി ദ ബെസ്റ്റ് പിസ്സ ഐ ഹാവ് ഹാഡ് ഇൻ കേരള. ഇറ്റ്സ് സോ എയറി, സോ ഫ്രഷ്. ഒരു ആബ്സല്യൂട്ട് ജീനിയസും പെർഫെക്റ്റ് കുക്കിംഗ് ടെമ്പറേച്ചറും എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയൊരു പിസ്സയാണ്. പിസ്സ ഇസ് എ മസ്റ്റ് ട്രൈ ഓവർ ഹിയർ. ഇത് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സും പ്രിയം കൂടെ ഇന്നൊരു പൊളിക്കലുണ്ട് ഫുഡില്. ഞാനില്ല. ഇത് തായ് റൈസും നല്ല തായ് ഗ്രീൻ കറി. എനിക്ക് ആദ്യമേ ഗ്രീൻ കറി ഒന്ന് വെറുതെ ടേസ്റ്റ് ചെയ്യണം. നോക്കട്ടെ, ഗ്രീൻ കറി ഒന്ന് നോക്കട്ടെ. ഇഷ്ടപ്പെടില്ല പ്രിയക്ക്. എന്തായാലും ഇനി ബാങ്കോക്കിലേക്ക് പോകാൻ പറ്റില്ല അടുത്തൊന്നും. ഫ്ലൈറ്റ് ഭയങ്കര എക്സ്പെൻസീവാണ്. സോ ഇത് കഴിച്ചാൽ ബാങ്കോക്ക് എത്തുന്നുണ്ടോന്ന് നോക്ക്. ആ, എത്താൻ സാധ്യതയുണ്ട് അവസ്ഥ ഇല്ലാതെ. എത്തിയില്ല അല്ലേ? എനിക്ക് ഇവിടുത്തെ മച്ച് ബെറ്റർ ആയി തോന്നിയത്. ഭയങ്കര ബെറ്റർ. കാരണം എന്താ അറിയോ, ഇത് കുറച്ചുകൂടി ഇന്ത്യൻ പാലറ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ തിക്കറും ക്രീമിയറും ആക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാം തായ് ഫ്ലേവർ തന്നെയാണ്. പിന്നെ ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് കുറച്ചും കൂടെ ഹെവിയർ ആയിരിക്കും. കാരണം ക്രീം ഞാൻ തായ്ലൻഡിൽ ഉപയോഗിക്കുന്നത് അധികം കണ്ടിട്ടില്ല. കോക്കനട്ട് മിൽക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ കൂടുതൽ ക്രീം ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. ഇതും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാം. ഫുഡ് അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഒന്നും ഫ്ലോപ്പ് ആയിട്ടില്ല. ഉച്ചത്തെ ബിരിയാണി ആണെങ്കിലും നല്ലത്, ഇതും നല്ലത്. ഇനി അടുത്ത് കഴിക്കാൻ പോകുന്ന ഡിസേർട്ട്സും നല്ലത്. കഴിക്കാൻ വന്നല്ലേ കാലിക്കട്ട്. അതിപ്പോ കാണിക്കാൻ പറ്റില്ല, സീക്രട്ട് വെളിയിലാവും. എല്ലാവർക്കും അറിയാം കാലിക്കറ്റ് വന്നാൽ ഞാൻ 9 മാസമാവും. വാ ഫ്രണ്ട്സ്, ഡിസേർട്ട്. ഓ, ഇത് ടാറ്റ സിയാറ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട്
പിന്നെ ഞാൻ ഫുള്ളാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്തെങ്കിലും ഡെസേർട്ട് വേണമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അതുകൊണ്ട് പിന്നെ ഞാനും വരുമോ ഞാൻ വെറുതെ അറിയാലോ ഞാനും പ്രിൻസൊക്കെ വണ്ണം വെച്ചത് ആരുടെ കൂടെ ചേർന്നിട്ടാ എന്നിട്ട് സ്ലിമ്മായും ചെയ്യും. എന്നിട്ട് അവിടെ എക്സസൈസ് ഞാനിപ്പോ ഡെസേർട്ട് ഒന്നും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരുന്നതാ. ഞാനാണെങ്കിൽ ടയേർഡോ ഇന്ന് രാവിലെ വൈകുന്നേരം ഓടിച്ചു വന്നു എന്നിട്ട് വരെ മുഖം കണ്ടാലും പ്രിയയുടെ കണ്ടാലേ പറയും ഓടുവാ ആർത്തി ഓടിച്ചോണ്ട് ഫുഡ് കഴിക്കാൻ. വേദനോട് പറ വേദു ആരാ വേദു ഭക്ഷണം കൂടുതൽ കഴിക്കുന്നേ ഫുഡ് പറടാ സത്യം അവന് പ്രഷറായി കഴിഞ്ഞു. മാജിക് ബോൾ, പിസ്താഷ്യോ ടവർ, മാംഗോ സ്റ്റോക്ക്, ബെറി ബ്ലൂം, കൊക്കോ ബ്ലിസ്, തിരാമിസു, ക്രീം ബ്രൂലെ, ചീസ് കേക്ക്, സ്ട്രോബെറി ആൻഡ് ബേൺ ചീസ് കേക്ക്. ഓ വാവ്, നോക്കും ഇത് നോക്കിക്കോ. വാവ് നൈസ് ദോ. സോ നൈസ് ദോ. ഇത് കണ്ട കോക്കനട്ട് പോലെ തന്നെ ഇരിക്കും, പക്ഷെ ഒരു അടിപൊളി ഫ്ലേവറാണ്. ഇതാണ് ഞാൻ കണ്ടു വന്നിരിക്കുന്നത് റിയലിയിൽ. സോ ഇതെന്താന്ന് നോക്കട്ടെ ഫ്ലേവറ്. ഇതിന്റെ ഫ്ലേവർ വെളിയിലൊരു ക്രിസ്പ് കോക്കനട്ട് പോലെ തന്നെ ഇല്ലേ? അതെന്താ തേങ്ങയുടെ മൂട് തേങ്ങാമൂട് എന്നൊക്കെ പറഞ്ഞോ. കഴിക്കാൻ വരുമ്പോ നിർത്തിക്കോളൂ ഒരു സ്പൂണില്. ഞാൻ കഴിച്ചു നോക്കട്ടെ. നിനക്ക് നോക്കട്ടെ എന്റെ ക്ലോസപ്പ് എന്താ നോക്കട്ടെ. ഇത് തേങ്ങ, അകത്ത് ഐസ്ക്രീം, മേലെ മാങ്ങ. ഒന്നുമല്ല, കഴിച്ചു നോക്കും. അല്ലേ ഒരു സ്പൂണിൽ നിർത്താൻ പോകുന്നതാണ് പ്രിയ. വയറ് ഫുള്ള അതുകൊണ്ടാ. കോക്കനട്ട്, മാംഗോ ആൻഡ് ചോക്ലേറ്റ്, ബെൽജിയം ചോക്ലേറ്റ്. തേങ്ങയുടെ ഷേപ്പ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. നോ അകത്തേക്ക് പിന്നെയും ലേയേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ബെസ്റ്റ് തിങ്സ് ഇതെല്ലാം കൂടെ പൊട്ടിക്കുക ഇങ്ങനെ, എന്നിട്ട് എന്നിട്ട് കഴിക്കുക. എന്നാലേ അതിന്റെ ഫ്ലേവർ കിട്ടുള്ളൂ. സംഭവം കേട്ടോ, എന്തോ കൊക്കോ ബ്ലിസ് സംഭവമായിട്ടുണ്ട്. വേണ ചോക്ലേറ്റ് ബോംബോ ഒന്നും വേണ്ട. എന്നാ അതൊക്കെ നാളത്തേക്ക് വെക്കാം എന്നാ. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് ഡേ ബാക്ക് ഇൻ കാലിക്കറ്റ്. ഓടി നടന്ന് കഴിക്കുമായിരുന്നു. ഈ നാളെ ഇതിന്റെ ബാക്കി കിടക്കുവാണ്. പക്ഷെ ഹൈലൈറ്റ് ഡെഫിനറ്റ്ലി വാസ് സ്റ്റേ അറ്റ് ടിയാറ ബൈ MPS ആണ്. അടിപൊളി ഹോട്ടലാണ്, നല്ല കിട്ടലൻ സ്റ്റാഫാണ്. റൂംസ് സ്പേഷ്യസ്, ക്ലീൻ, അടിപൊളി പൂള്, ജിമ്മ്, 24 hours എല്ലാം നമുക്ക് വേണ്ട എല്ലാ ലക്ഷറീസും കംഫർട്ടും ഉണ്ട്. ആൻഡ് കമ്പാരിറ്റീവ്ലി എനിക്കത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടും തോന്നിയില്ല. സോ എന്തായാലും അടിപൊളി സ്റ്റേ ആയിരുന്നു, അടിപൊളി ദിവസമായിരുന്നു. കാലിക്കറ്റ് ആസ് യൂഷ്വൽ ഒരു കിടിലൻ വൈബായിരുന്നു. സോ നാളെ വേറെ ഇനി അടിപൊളി ഫുഡ്സായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.